പ്രകാശമേ മിഴി തുറക്കുക വേഗം. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഗർഭവതിയായി തീരും, പുരുഷനെ അറിയാതെ ഗർഭവതിയായി തീരുമെന്നുള്ള ഒരു വാർത്ത കേൾക്കുന്ന, മംഗള വാർത്ത കേൾക്കുന്ന പരിശുദ്ധ അമ്മ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ആശ്ചര്യപ്പെടുന്ന പരിശുദ്ധ അമ്മ, ലോക നടപ്പിൽ വിവാഹത്തിന് മുമ്പ് ഗർഭവതിയാകുന്ന പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള യഹൂദ ചിന്തകൾ നിലനിൽക്കുന്ന, ആ യഹൂദ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലയളവിലാണ് വിവാഹത്തിന് മുമ്പ് പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി തീരുന്ന പരിശുദ്ധ അമ്മ. ദൈവഹിതം, ലോകത്തിന് ചിന്തകൾക്ക് അപ്പുറമുള്ള, ലോകത്തിന്റെ ചിന്തയിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ദൈവഹിതത്തിന് ആമേൻ പറയുന്ന പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി. ലോകത്തിന് അജ്ഞാതമായ ദൈവിക പദ്ധതിയുടെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ അമ്മ നമ്മളിലും ജീവിക്കും. പരിശുദ്ധ അമ്മയെ പോലെ ഇത് എളുപ്പമല്ല. ഈ കൃപ എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇത് ഈ കർത്താവിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിൽ തന്നെ സമർപ്പിക്കുക എന്ന് പറയുന്നത്, അതിന് ദീർഘമായ ഒരു ആത്മീയതയുടെ ചരിത്രം നമുക്ക് വേണം. ആത്മീയതയിൽ അടിസ്ഥാനമിട്ടൊരു ജീവിതം വേണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ പരിശുദ്ധ അമ്മ ദൈവഹിതത്തെ സ്വീകരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതത്തെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക